കോൺഗ്രസ്സാണ് എല്ലാ കാലത്തും ഈ പറയുന്ന ജാതി സെൻസസ് എന്ന് പറയുന്ന ആശയത്തെ മുന്നിൽ എതിർത്തത്. ബി ജെ പിക്ക് അതിനോട് എതിർപ്പായിരുന്നെങ്കിലും ബി ജെ പിയേക്കാൾ കോൺഗ്രസ് അതിനെ എതിർത്ത് പോന്നിട്ടുണ്ട്. ഈ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയം, ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം എന്താണ് അതിൻ്റെ അപകടം എന്നെന്നും അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗം എന്താണെന്നതിനെക്കുറിച്ചിട്ടുള്ള ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയാണ് കാസ്റ്റ് സെൻസസിനെ കുറിച്ച് അദ്ദേഹം നിരന്തരം സംസാരിക്കുന്നു. ജിത്നി ആബാദി ഉത്ന ഹക്ക് എന്ന് പറയുന്ന ആശയം, പ്രൊപ്പോർഷണേറ്റ് റൈറ്റ്സ്, അതാണ് ലളിതമായി പറഞ്ഞാൽ ആനുപാതികമായിട്ടുള്ള അവകാശങ്ങൾ ആളുകൾക്ക് കൊടുക്കുക. ജിത്നി ആബാദി ഉത്ന ഹക്ക് എന്ന് പറയുന്ന ശ്ലോകം മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ അങ്ങനെ അതിനിടയിൽ അദ്ദേഹം ബീഹാറിൽ ജാതി സെൻസസ് നടപ്പിലാക്കുന്നു. ആര്? നിതീഷ് കുമാർ എന്ന അപ്പുറത്തായിരുന്നു, എൻ ഡി എയിലായിരുന്നില്ല. ശേഷം തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ ജാതി സെൻസസ് നടപ്പിലാക്കുന്നു. അപ്പോൾ ജാതി സെൻസസ് എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പൊതുമണ്ഡലത്തിലേക്ക് വീണ്ടും സജീവമായി കൊണ്ടുവരുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി പക്ഷേ അതേക്കുറിച്ച് പറയുമ്പോൾ ബി ജെ പിയും ആർ എസ് എസും നരേന്ദ്രമോദിയൊക്കെ അതിനെ ശക്തമായിട്ട് എതിർക്കുകയായിരുന്നു. മാത്രമല്ല ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദി പറഞ്ഞത് അത് നക്സലൈറ്റ് മെൻറ്റാലിറ്റി ആണെന്നുള്ളതാണ്. ഏർബൻ നക്സൽ മെൻറ്റാലിറ്റി എന്നാണ് ഈ ആവശ്യം വരുന്നത്. ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റില്ലെന്നായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ വർഷം 2025 ഏപ്രിൽ 30 കേന്ദ്ര ക്യാബിനറ്റ് ജാതി സെൻസസ് നടപ്പിലാക്കാം അല്ലെങ്കിൽ നടപ്പിലാക്കും എന്ന് തീരുമാനിക്കുന്നത്. ഒരു വർഷം കഴിഞ്ഞു ഇന്നലെ. പക്ഷേ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളതാണ്. അപ്പം അതിനിടയിൽ കോൺഗ്രസ്, രാഹുൽ ഗാന്ധി മാത്രമല്ല, മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നുണ്ട്. പ്രധാനമന്ത്രി പക്ഷേ അതിന് മറുപടി ആക്കുന്നില്ല. ജാതി സെൻസസിനെതിരായിട്ട് അവർ വലിയ തോതിൽ സംസാരിക്കുന്നു. പക്ഷേ പിന്നെ അവർക്ക് തോന്നി ഈ വെള്ളം ദിശ മാറി ഒഴുകുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് 2025 ഏപ്രിൽ 30 യൂണിയൻ ക്യാബിനറ്റ് ജാതി സെൻസസ് അടുത്ത 2027 സെൻസസിൽ ജാതി സെൻസസ് കൂടെ ഉൾപ്പെടുത്താമെന്ന് തീരുമാനിക്കുന്നത്. നമുക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഈ സെൻസസ് ഏപ്രിൽ 1 മുതൽ ഹൗസ് ലിസ്റ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞു. പുതിയ സെൻസസിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം ഉത്തരേന്ത്യയിലെ 1-2 സംസ്ഥാനങ്ങൾ അത് ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ജൂൺ ജൂലൈ മാസങ്ങളായിട്ട് നടക്കും. വിവിധ ഫേസുകളായിട്ട് എല്ലാ സംസ്ഥാനങ്ങളും നടക്കുകയാണ്. സെപ്റ്റംബർ വരെ ആ പ്രക്രിയ നടക്കും. ഹൗസ് ലിസ്റ്റിനെ ബേസിക്കലി സെൻസസ് ഓഫ് ദ സ്ട്രക്ചേഴ്സ് എന്ന് പറയാം, കെട്ടിടങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. പക്ഷേ ഇത്തവണത്തെ സെൻസസിൻ്റെ പ്രത്യേകത ഒരുപക്ഷെ ലോകത്താദ്യമായിട്ട് സമ്പൂർണ്ണമായ ഡിജിറ്റൽ സെൻസസാണ് നടക്കാൻ പോകുന്നത്. ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ആളുകൾക്ക് സർക്കാരിന് ശേഖരിക്കാൻ പറ്റുകയാണ്. അപ്പോൾ ഒരു എക്സസൈസ് നടക്കുകയാണ്. അതിമാരകമായിട്ടുള്ളൊരു എക്സസൈസാണ്. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ എക്സസൈസ് എന്ന് പറയാം. കാരണം ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ഡിജിറ്റൽ ഫോർമാറ്റിൽ ഒരു കണക്കെടുപ്പ് നടക്കുമ്പോൾ അത് വലിയ എക്സസൈസാണ്.